ടയേർഡ് ആൻഡ് ടയറിങ് ഇത് രണ്ടും അഡ്ജക്റ്റീവ്സ് ആണ്. പക്ഷേ രണ്ടിൻ്റെയും മീനിങ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നതിലും വ്യത്യാസം ഉണ്ട്. ടയേർഡ് എന്ന് പറഞ്ഞാലും ടയറിങ് എന്ന് പറഞ്ഞാലും രണ്ടും അഡ്ജക്റ്റീവ്സ് ആണ്, നാമവിശേഷണങ്ങൾ ആണ്. ടയേർഡ് എന്നാൽ അതിൻ്റെ മീനിങ് ക്ഷീണിച്ച എന്നാണ്. ക്ഷീണിച്ചത്, ക്ഷീണിച്ച ആളുകൾ, ടയേർഡ് പീപ്പിൾ. ക്ഷീണിച്ച കുട്ടി, ടയേർഡ് ചൈൽഡ്. ക്ഷീണിച്ച ശരീരം, ടയേർഡ് ബോഡി. ക്ഷീണിച്ച മസിൽ, ടയേർഡ് മസിൽ. ക്ഷീണിച്ച ഐസ്, ടയേർഡ് ഐസ്. ക്ഷീണിച്ച മനസ്സ്, ടയേർഡ് മൈൻഡ്. ക്ഷീണിച്ച മുഖം, ടയേർഡ് ഫേസ്. ക്ഷീണിച്ച ശബ്ദം, ടയേർഡ് വോയിസ്. ക്ഷീണിച്ച കാലുകൾ, ടയേർഡ് ലെഗ്സ്. അങ്ങനെയാണ് ക്ഷീണിച്ച എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നത്. ഐ ആം ടയേർഡ് ആഫ്റ്റർ വർക്കിംഗ് ഓൾ ഡേ. ദിവസം മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ വല്ലാതെ ടയേർഡായി. ഐ ആം ടയേർഡ് എന്നാണ്. ഞാൻ വല്ലാതെ ക്ഷീണിച്ച ഒരവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. ദ ടയേർഡ് സ്റ്റുഡൻറ്റ് ഫെൽ അസ്ലീപ്പ് ഇൻ ക്ലാസ്. ക്ഷീണിച്ച കുട്ടി ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. ടയേർഡ് സ്റ്റുഡൻറ്റ്. ടയറിങ് എന്നാൽ ക്ഷീണം ഉളവാക്കുന്നത്, ക്ഷീണിപ്പിക്കുന്നത് എന്നാണ് മീനിങ്. ചില ആക്ടിവിറ്റി, ചില പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ക്ഷീണം ഉണ്ടാകും. ടയറിങ് ജേണി, ക്ഷീണിപ്പിക്കുന്ന യാത്ര. ആ ജേണി ആണ് ക്ഷീണിപ്പിക്കുന്നത്. നമ്മൾ ടയേർഡാവുന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നത് ജേണി കൊണ്ടാണ്. ടയറിങ് ലെക്ചർ. ചില ലെക്ചറൊക്കെ കേട്ടാൽ നമുക്ക് ക്ഷീണം തോന്നും. അതിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. ടയറിങ് വർക്ക്. ചില വർക്കുകളൊക്കെ ചെയ്താൽ നമുക്ക് ക്ഷീണം ഉണ്ടാകും. അപ്പോൾ ടയറിങ് വർക്ക്. ടയറിങ് ഫ്ലൈറ്റ്. ചിലപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകും. അപ്പോൾ ടയറിങ് ഫ്ലൈറ്റ്. ദ മൂവി വാസ് ടയറിങ്, ഐ ഫെൽ അസ്ലീപ്പ്. ഇവിടെ മൂവി കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ക്ഷീണം ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ദ മൂവി വാസ് ടയറിങ്, ഐ ഫെൽ അസ്ലീപ്പ്, ഞാൻ ഉറങ്ങി. ടയേർഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ടയറിങ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ടയേർഡ് ഡിസ്ക്രൈബ്സ് ദ സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ് എക്സോസ്റ്റഡ്. വല്ലാതെ ക്ഷീണിച്ചു, നമ്മുടെ എനർജി എല്ലാം പോയ ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ഫീലിങ്ങിനെയാണ് ടയേർഡ് എന്ന് പറയുന്നത്. ടയേർഡ്. അതേസമയം ടയറിങ് ഡിസ്ക്രൈബ്സ് ദ കോസ് ഓഫ് ദ എക്സോഷൻ. ആ ക്ഷീണത്തിന് കാരണം ആണ് ടയറിങ് എന്ന് പറയുന്നത്. ടയറിങ് ജേണി എന്ന് പറയുമ്പോൾ ആ ജേണിയാണ് ടയറിങ്ങിന് കാരണമായി മാറുന്നത്. കോസ് ആണ് അവിടെ. ദ ടയറിങ് ജേണി ലെഫ്റ്റ് മീ ഫീലിംഗ് എക്സ്ട്രീംലി ടയേർഡ്. നോക്കൂ, ഒരു സെൻറ്റൻസിൽ തന്നെ ടയേർഡ് ആൻഡ് ടയറിങ് ഉപയോഗിച്ചിരിക്കുന്നു. ദ ടയറിങ് ജേണി എന്നതിന് മുൻപിലാണ് ടയറിങ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫീലിംഗ് എക്സ്ട്രീംലി ടയേർഡ്, ടയറിങ് ആയിട്ടുള്ള ഒരു ജേണി കാരണം ഞാൻ വല്ലാതെ ക്ഷീണിതയായി എന്നാണ് പറയുന്നത്. ദ ടയറിങ് ജേണി ലെഫ്റ്റ് മീ ഫീലിംഗ് എക്സ്ട്രീംലി ടയേർഡ്. ഐ ആം ടയേർഡ് ആഫ്റ്റർ എ ടയറിങ് വീക്ക് ഓഫ് എക്സാംസ്. ഒരു വീക്ക് എക്സാംസ് വല്ലാതെ ക്ഷീണം ഉളവാക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ ആം ടയേർഡ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആകാം. ഇതിൻ്റെ ബ്ലാങ്ക് സ്പേസസിൽ എന്താണ് ടയേർഡ് ആണോ വേണ്ടത്, ടയറിങ് ആണോ വേണ്ടത് എന്ന് പറയുക. ആഫ്റ്റർ എ ലോങ് ഹൈക്ക് ഐ ഫെൽറ്റ് ടയേർഡ്. The long hike was tiring. I am after staying up all night. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നത് കൊണ്ട് I am tired. The puppy fell asleep quickly. പപ്പി പെട്ടെന്ന് ഉറക്കമായി എന്നാണ്. The tired puppy. The teacher needed a break.
The tired teacher needed a break. Lecturing can be tiring. ക്ഷീണം ഉളവാക്കുന്നതാണ് lecturing. After a day, I just want to relax. After a tiring day, I just want to relax. വല്ലാത്ത ടയറിങ് ആയിട്ടുള്ള ഒരു ദിവസത്തിന് ശേഷം ഐ ജസ്റ്റ് വാണ്ട് ടു റിലാക്സ്, ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട് എന്നാണ്. ദ സ്റ്റുഡൻസ് ഡോസ്ഡ് ഓഫ് ഇൻ ക്ലാസ്. ദ ടയേർഡ് സ്റ്റുഡൻസ് ഡോസ്ഡ് ഓഫ് ഇൻ ക്ലാസ്. ട്രാവലിംഗ് ലോങ് ഡിസ്റ്റൻസസ് ക്യാൻ ബി ടയറിങ്. ഒരുപാട് ലോങ് ഡിസ്റ്റൻസൊക്കെ ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ ടയറിംഗ് ആണ്, ക്ഷീണം ഉളവാക്കുന്നതാണ്. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു.